ചില ഫാഷൻ പീസുകൾ ഇനി എത്ര വർഷം കഴിഞ്ഞാലും അത് ട്രെൻഡിങ് തന്നെയായിരിക്കും. ട്രെൻഡിങ് എന്ന് പറയാനും പറ്റില്ല. ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള എല്ലാ കാലവും ഒരേ രീതിയിൽ ഒരു അപ്സോ ഡൗണോ ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്ന കുറച്ച് ഫാഷൻ പീസുകളാണ്. അങ്ങനത്തെ കുറച്ച് ഫാഷൻ പീസുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. ഒരു ട്രെൻഡ് എന്ന് പറയുന്നേക്കാൾ ഒരു ക്ലാസി ജെന്റിൽമാൻ എവർഗ്രീൻ ടൈപ്പ് ഓഫ് ഫാഷൻ പീസുകൾ നോക്കുവാണെങ്കിൽ ഇതൊക്കെയാണെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. സോ അങ്ങനെയുള്ള ഫാഷൻ പീസുകൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വീഡിയോ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുക. ഒന്നാമത്തത് പോളോസ്. ഓൾഡ് മണി കാറ്റഗറിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടും ക്ലാസി ആയിട്ടും കാണുന്ന ഒരു ഫാഷൻ പീസാണ് പോളോസ്. അതും സാധാ രീതിയിലുള്ള പോളോസ് അല്ല, ചെറിയ രീതിയിൽ ടെക്സ്ചർ വരുന്നതും നൈസ് മെറ്റീരിയൽ വരുന്നതും ഈവൻ സിബ് വരുന്ന ടൈപ്പ് ആണെങ്കിൽ ബട്ടണിനെക്കാട്ടി കൂടുതൽ സിബ് വരുന്ന ടൈപ്പുകളാണ് ഈ ഒരു കാറ്റഗറിയിലോട്ട് പെടുന്നത്. ഓൾഡ് മണി സ്റ്റൈൽ വന്നപ്പോഴാണ് ഇത് കൂടുതലും ഭയങ്കര ട്രെൻഡിങ് എന്ന രീതിയിലോട്ട് വന്നത്. എൻ്റെ കയ്യിൽ തന്നെ ഒരു 4 to 5 പീസസ് പോളോസ് ഉണ്ട്. ഒരു നേവി ഉണ്ട്, ഒരു മെറൂൺ ഉണ്ട്, ഒരു വൈറ്റ് ഉണ്ട്, പിന്നെ വേറൊരു കളറും ഉണ്ട്, പിന്നെ നേവിയുടെയും വൈറ്റിനും ഒരു കോമ്പിനേഷൻ രീതിയിലുള്ള കളറുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്ന മിക്കവർക്കും അറിയാൻ പറ്റും, ഞാൻ ഒട്ടുമിക്ക വീഡിയോസിലും പോളോസ് ആണ് ട്രൈ ചെയ്യുന്നത്. കാരണം ഇടാൻ കംഫർട്ടബിൾ ആണ്, ഒരു സ്റ്റൈലിഷ് പീസാണ്. അത് ഒരു ട്രൗസേഴ്സുമായിട്ട് കമ്പൈൻ ചെയ്ത് അത് അടിപൊളി ലെവലിലോട്ട് പോകും. അതാണ് രണ്ടാമത്തെ ഫാഷൻ പീസ്, ഒരു ബ്ലാക്ക് ട്രൗസേഴ്സ് എന്ന് പറയുമ്പോൾ സ്കിന്നി ആയിട്ടോ ഭയങ്കര സ്ട്രൈറ്റ് ഫിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫോർമൽ രീതിയിലുള്ള ട്രൗസേഴ്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് റിലാക്സ് ഫിറ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫിറ്റ് രീതിയിലുള്ള ട്രൗസേഴ്സ് ആണ് ഞാൻ പറയുന്നത്. തിക്കായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ഉദ്ദേശിക്കുന്നത് കുറച്ച് ബേബി ആയിട്ടുള്ള, എന്നാൽ ഫോർമൽ ആയിട്ട് പക്ഷേ ഫോർമൽ അല്ലാത്ത രീതിയിൽ കുറച്ച് ബേബി ആയിട്ടുള്ള ട്രൗസേഴ്സ് ഉണ്ട്. അതാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഹൈ റേസ്ഡ് ആയിട്ടുള്ള ട്രൗസേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. കാരണം പോളോസുമായിട്ട് ടക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. ഒരു 3-4 മാസം മുമ്പാണ് എൻ്റെ കയ്യിൽ എൻ്റെ ഫസ്റ്റ് പെയർ ഓഫ് ബ്ലാക്ക് ട്രൗസേഴ്സ് കിട്ടിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫാഷൻ പീസാണ്. ഒരുപാട് തവണ അധികം ഞാൻ ഒന്നും ഇടാറില്ല, പക്ഷെ ഇടുവാണെങ്കിൽ പോലും നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് ട്രൈ ചെയ്യാറുള്ളൂ. കാരണം ഒരു നിറ്റഡ് പോളോ ആയിട്ട് ഞാൻ കമ്പൈൻ ചെയ്തിട്ട് ഒരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഷർട്ടുമായിട്ട് ഞാൻ കമ്പൈൻ ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ട്രൗസേഴ്സ് ആണ്. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പോളോസ് ആയി ബ്ലാക്ക് ട്രൗസേഴ്സ് ആയി ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റിയ ഒരു ആക്സസറി ഉണ്ട്, ലെതർ വാച്ചസ്. മെറ്റലിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ബട്ട് ഐ പേഴ്സണലി പ്രിഫർ ലെതർ വാച്ചസ്. എൻ്റെ കയ്യിൽ ഒരു 4-5 ലെതർ വാച്ചസുകളുണ്ട്. ബ്ലാക്ക് സ്ട്രാപ്പ് വരുന്നുണ്ട്, ഒരു ഗ്രീൻ ടൈപ്പ് സ്ട്രാപ്പ് വരുന്നുണ്ട്, വീണ്ടും ബ്ലാക്ക് പ്ലസ് ഗോൾഡ് രീതിയിൽ വരുന്നുണ്ട്, പിന്നെ ബ്രൗൺ ഉണ്ട്. ഇതെല്ലാം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പീസുകളാണ്. എനിക്ക് വാച്ചുകൾ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി കുറച്ച് എക്സ്പെൻസീവും കാണാൻ ലുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള വാച്ചുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പൈസയുടെ പേരിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കാണാൻ ലുക്കുള്ള സാധനങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ആ വാച്ചസിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക്. സോ നിങ്ങളുടെ കയ്യിൽ ഒരു മസ്റ്റ് ആയിട്ടൊരു ലെതർ വാച്ച് ഉണ്ടായിരിക്കണം. ഇത് എപ്പോഴും ഇടണം എന്നൊന്നും ഞാൻ പറയില്ല, സ്പെഷ്യൽ ഒക്കേഷനിൽ ഇട്ടാൽ മതി. എന്നാൽ വാച്ചിലോട്ട് പൈസ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചധികം സ്പെൻഡ് ചെയ്താൽ അത്രയും നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വാച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പീസാണ്, എല്ലാവരും ഇടുന്നൊരു സാധനമാണ്. എല്ലാവരും നോർമൽ രീതിയിലുള്ള വാച്ചസ് ഇടുമ്പോൾ നിങ്ങൾ എടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലുക്കുള്ള കുറച്ച് കാശ് സ്പെൻഡ് ചെയ്ത് കുറച്ചൊരു യുണീക്ക് ആയിട്ടുള്ള പീസുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. നമ്പർ 3 വാളറ്റ്സ് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്, പക്ഷേ എന്നാലും നോർമൽ രീതിയിലുള്ള ട്രഡീഷണൽ വാളറ്റ്സ് ഞാൻ യൂസ് ചെയ്യാറില്ല. കഴിഞ്ഞ 2-3 വീഡിയോക്ക് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഒരു കാർഡ് ഹോൾഡർ കണക്കത്തെ വോളായിട്ട് കാണിച്ചായിരുന്നു. ഒരു ബ്ലാക്ക് ആണ്, അതിനകത്ത് പൈസയും വെക്കാൻ പറ്റും, കാർഡും വെക്കാൻ പറ്റും എന്ന് പറഞ്ഞ് കാണിച്ചായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, അതിൻ്റെ ലിങ്ക് ചോദിച്ചായിരുന്നു, ഇവിടെ ഏതാന്നൊക്കെ ചോദിച്ചായിരുന്നു. ആൻഡ് അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഒരുപാട് നാളെ ഞാൻ അത് മേടിച്ചിട്ട് അതിൻ്റെ ലെതറൊക്കെ കീറിയ അളവിൽ വന്നു എന്നാണ് ഞാൻ പറയാം. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ പുതിയ ഒരെണ്ണം മേടിച്ചായിരുന്നു, ഒരു ബ്രൗൺ ടൈപ്പാണ്. ഇതിനകത്ത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ജനറസ് ആയിട്ട് നമുക്ക് പൈസ വെക്കാൻ പറ്റും, കാർഡും വെക്കാൻ പറ്റും. ഇതാണ് 6 ലെതർ വാച്ച്. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പൈസ കുറച്ചുകൂടെ ഫോൾഡ് ചെയ്ത് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് വെക്കാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ID കാർഡ്സ് ഒക്കെ എനിക്ക് വെക്കാനുള്ള സ്പെഷ്യൽ സ്ലോട്ട്സ് ഉണ്ട്. ഈവൻ 7 to 8 കാർഡ്സ് ATM കാർഡ്സ് വെക്കാനുള്ള ഓപ്ഷനും കൂടെ ഇതിൽ അവൈലബിൾ ആണ്. അടുത്തത് സൺഗ്ലാസസ്. നിങ്ങളുടെ ഫേസ് ഷേപ്പിന് ചേരുന്ന സൺഗ്ലാസസ് നിങ്ങൾക്കൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റീസെൻ്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ അതേ സെയിം വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ച സൺഗ്ലാസസ് ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചായിരുന്നു. ഗൂഗിൾസ് എന്ന ബ്രാൻഡിലെ ആമസോണിൽ തന്നെ ഉള്ളതാണ്. ഗൂഗിൾസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു സൺഗ്ലാസസ് ആണ് ഞാൻ കാണിച്ചത്. ഇതിൻ്റെ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ് ആ സൺഗ്ലാസ്. കാരണം ഇടുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്, ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്. നമ്മൾ ഭയങ്കര വെട്ടത്തിലൊക്കെ നമ്മൾ ബൈക്കൊക്കെ ഓടിച്ച് പോകുമ്പോൾ ഇപ്പോൾ സൺലൈറ്റ് ഒക്കെ അടിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ, കണ്ണിൻ്റെ ഒരു കുറച്ചുകൂടെ കംഫർട്ടബിൾ ഫീലാണ്, ഒരു കൂളിംഗ് ഫീലാണ്. സോ അതുകൊണ്ട് തന്നെ ആ സൺഗ്ലാസസ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഒരു 2 or 3 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ആൻഡ് റീസൺ ആയിട്ട് കഴിഞ്ഞാൽ ഒരു 2-3 മാസം മുമ്പ് ഞാൻ വേറൊരു ടിൻറ്റഡ് രീതിയിലുള്ള സൺഗ്ലാസസ് മേടിച്ചായിരുന്നു. ഇതാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ മാറിയും തിരിഞ്ഞ് ഇട്ടുകൊണ്ട് പോകുന്നത്. ഇതും എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. കാരണം എനിക്ക് ഇതാണ് സൺഗ്ലാസസ് വേണമെന്നുണ്ടായിരുന്നു. ഭയങ്കര ബ്രാൻഡഡ് ഒന്നുമല്ല, എന്നാൽ അത്യാവശ്യം ബഡ്ജറ്റിൽ ഒതുങ്ങുന്നൊരു സാധനം തന്നെയാണ്. നിങ്ങൾക്ക് ബ്രാൻഡഡ് നോക്കുകയാണെങ്കിൽ അതും നോക്കാം, ഇതും നല്ലൊരു ഓപ്ഷനാണ്. എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എൻ്റെ കറണ്ട് സൺഗ്ലാസ് റൊട്ടേഷൻ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും മാത്രമാണ്. അടുത്തത് ഒരു ചെൽസി ബൂട്ടാണ്. നോർമൽ ബൂട്ട്സ് അല്ല, ചെൽസി ബൂട്ട്സ്. കാരണം ഒരാണെന്ന സെൻസിൽ അല്ലെങ്കിൽ ഒരു ജെന്റിൽമാൻ എന്ന സെൻസിൽ നേരത്തെ പറഞ്ഞ ട്രൗസേഴ്സ് ഇടുവാണെങ്കിലും ജീൻസ് ഇടുവാണെങ്കിലും ചീനോസ് ഇടുവാണെങ്കിലും
നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് ഒരു ബൂട്ട് വേണം. അത് എല്ലാ ദിവസവും ഇടാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇട്ടുകൊണ്ട് പോകണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ ഒക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഒരു വെൽ ഡ്രസ്ഡ് ലുക്ക് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെൽസി ബൂട്ട് മസ്റ്റാണ്. ആൻഡ് ഫൈനലി ഒരു സിഗ്നേച്ചർ പെർഫ്യൂം. ഇനി എത്ര ലുക്ക് ഉണ്ട്, എത്ര ഫാഷൻ പീസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും അടുത്തോട്ട് വരുമ്പോഴത്തേക്കും നാറുന്ന സ്മെല്ലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവൻ്റെ ഡേറ്റ്, ഇൻ്റർവ്യൂസ്, എന്തിനാണെങ്കിലും യു ഹാവ് ടു സ്മെൽ റിയലി ഗുഡ്. ബാക്കിൽ ഇരിക്കുന്ന പെർഫ്യൂം ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അമാറ, സെലസ്, നോവൻ പെർഫ്യൂംസിൻ്റെ തന്നെയാണ്. നോവൻ പെർഫ്യൂംസ് എൻ്റെ ബ്രാൻഡാണ്. ലോഞ്ച് ചെയ്തിട്ടില്ല, ഞങ്ങൾ കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പാക്കേജിങ് പ്രോസസ്സ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അടുത്ത് ഈ ബോക്സസിന് വേണ്ടി കിടന്ന് തപ്പി ഒരുപാട് പേര് പറ്റിച്ചു. അങ്ങനെ അതിൻ്റെ പേരിൽ കിടന്ന് കറങ്ങുവാണ്. സോ ഉടനെ ലോഞ്ച് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഉടനെ അവൈലബിൾ ആയിരിക്കും. 5 to 6 hours ലാസ്റ്റ് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ രീതിയിലാണ് ഞങ്ങളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരെണ്ണമാണ് ആദ്യം ലോഞ്ച് ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്, നിങ്ങൾ ഉടനെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. സിഗ്നേച്ചർ പെർഫ്യൂം മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യണം ഞങ്ങൾ പറയത്തില്ല. ഇത് ഇറങ്ങുന്നവരെ വെയിറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയത്തില്ല. ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ 500 രൂപയ്ക്ക് താഴെയുള്ള പെർഫ്യൂംസിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തായിരുന്നു. കയറി കണ്ടുവെക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ട് വേണ്ടിയിരിക്കും. നല്ല രീതിയിൽ ഞങ്ങൾ റിസർച്ച് ഒക്കെ ചെയ്തൊരു വീഡിയോ ആണ്. സോ മേക്ക് ഷുവർ യു വാച്ച് ഇറ്റ്. ഇതുപോലെ ഒരുപാട് ഫാഷൻ ഐറ്റംസ് ഒരു ആണിൻ്റെ കയ്യിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഇഫ് യു വോണ്ട് ടു ഡ്രസ് ക്ലാസ്. ഒരു 5-6 പറഞ്ഞുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പീസുകളാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഉണ്ട്, ഇനിയും വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. സ്വന്തം വീഡിയോക്കത്തോടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടിരിക്കുന്നു. ഈ പറഞ്ഞ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല നല്ല ഓപ്ഷൻ സജഷൻസ് ആണ് ലിങ്ക് കൊടുത്തേക്കുന്നത്. ഏത് വേണമെങ്കിൽ കയറി പർച്ചേസ് ചെയ്യാം. സ്വന്തം വീഡിയോക്കത്തോടെ നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ.